പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. മൗലാന മൗദൂദിക്ക് അറബി ഭാഷ ട്യൂഷൻ എടുക്കുന്ന സലഫികളും സുന്നികളും എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ സയ്യിദ് അബുൽ ആല മൗദൂദിക്ക് അറബി ഭാഷ അറിയില്ല, നഹവും സർഫും അറിയില്ല. നമ്മുടെ കേരളത്തിലെ ദർസുകൾ പോലെയുള്ള ദർസുകളിൽ അദ്ദേഹം ഓതിയിട്ടില്ല, മുത്തഅല്ലിമായിരുന്നിട്ടില്ല എന്നൊക്കെയുള്ളതാണ് പല ആളുകൾക്കുമുള്ള ഒരു ആക്ഷേപം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ മൈബദി, മുല്ല ഹസൻ, ജമ്മുൽ ജവാമിയ, ഖുതുബി പോലെയുള്ള, അതുപോലെ ഷാഹ് വലിയുല്ലാഹി ദഹ്ലവിയുടെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ പോലെയുള്ള വളരെ തഅഖീദാത്തും സങ്കീർണതകളും ഉള്ള കിതാബുകൾ വളരെ ആയാസരഹിതമായി ദർസെടുക്കുന്ന ഉസ്താദുമാരുണ്ട്. പക്ഷെ അവർക്ക് അറബി ഭാഷയിൽ സാധാരണ രീതിയിലുള്ള സംഭാഷണം നടത്താനുള്ള പരിചയമില്ല. അങ്ങനെയുള്ള ഒരുപാട് ഉസ്താദന്മാരെ നമുക്കറിയാം. അപ്പൊ ആ ഉസ്താദന്മാർ നിൽക്കുന്ന മഹല്ലിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു അറബി പൗരപ്രമുഖൻ വന്നാൽ അദ്ദേഹവുമായി സംസാരിക്കണമെങ്കിൽ ഈ ഉസ്താദിനേക്കാൾ വളരെ അറിവ് കുറഞ്ഞ ഏതെങ്കിലും ഒരു സാധാ അറബി മാഷ് ചിലപ്പോൾ വേണ്ടിവരും. അപ്പൊ അതിനർത്ഥം ആ ഉസ്താദിനേക്കാൾ വിവരം ഈ അറബി ഭാഷാ പണ്ഡിതനുണ്ടെന്നോ, ഈ അറബി അധ്യാപകനുണ്ടെന്നോ, അല്ലെങ്കിൽ ഈ അറബി മാഷിനേക്കാൾ പാണ്ഡിത്യം കുറഞ്ഞ ആളാണ് ഈ ഉസ്താദ് എന്നോ അതിനർത്ഥമില്ലല്ലോ. അപ്പൊ സംഭാഷണ ചാതുരി എന്ന് പറയുന്നത് ഒന്ന് വേറെ തന്നെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം 1970-കളുടെ തുടക്കത്തിലാണെന്ന് തോന്നുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ മൗലാന സയ്യിദ് അബുൽ ആല മൗദൂദി സൗദി അറേബ്യയിൽ ചെന്നപ്പോൾ അവിടുത്തെ രാജാവ് സംഘടിപ്പിച്ച ഒരു വിരുന്നിൽ പങ്കെടുത്ത സന്ദർഭത്തിൽ അറബി ഭാഷയിൽ മൗദൂദിക്ക് നന്ദി പറയാൻ പോലും, രാജാവിനോട് അറബി ഭാഷയിൽ നന്ദി പറയാൻ പോലും മൗദൂദിക്ക് കഴിഞ്ഞില്ല എന്ന് കേരളത്തിൽ നിന്ന് അതേ വിരുന്നിൽ പങ്കെടുത്ത ഒരു സലഫി പണ്ഡിതൻ പിന്നീട് പല സ്റ്റേജുകളിലും പ്രസംഗിക്കുകയും അദ്ദേഹത്തിന്റെ മാസികകളിൽ എഴുതുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രചാരണം നടത്താൻ അദ്ദേഹത്തിന് പ്രചോദനമായി വർത്തിച്ചത് എന്തുമാകട്ടെ, നമ്മുടെ വിഷയം മൗദൂദി സാഹിബിന് അറബി അറിയാം എന്നുള്ളതാണ്. അറബി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഏത് കിതാബുകളും മുത്താലഅ ചെയ്താൽ അദ്ദേഹത്തിന് മനസ്സിലാവും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് അദ്ദേഹം രചിച്ച ഗവേഷണ പ്രധാനമായ വളരെ പ്രൗഢമായ ഖിലാഫത്തും രാജവാഴ്ചയും എന്ന പുസ്തകം. ഖിലാഫത്ത് ഓർ മുലൂക്കിയത്ത് എന്ന പേരിൽ അദ്ദേഹം ഉറുദുവിൽ എഴുതിയിട്ടുള്ള ആ പുസ്തകത്തിൽ ആ കിതാബുകളിൽ നിന്നുള്ള, പൗരാണിക കിതാബുകളിൽ നിന്നുള്ള അറബി ഇബാറത്തുകൾ തന്നെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ആ പുസ്തകം അദ്ദേഹം എഴുതാൻ അവലംബിച്ചത് പൗരാണികമായ അറബി ഗ്രന്ഥങ്ങളെ, തഫ്സീറുകളെ, ഹദീസിന്റെ കിതാബുകളെ, താരീഖിന്റെ കിതാബുകളെ ഒക്കെ തന്നെയാണ്. അത്തരമൊരു ഗ്രന്ഥം രചിക്കുന്നതിന് അവലംബിക്കാവുന്ന ഇംഗ്ലീഷ് പുസ്തകങ്ങളോ അല്ലെങ്കിൽ മറ്റു ഉറുദു പുസ്തകങ്ങളോ ഇല്ല. അപ്പോൾ അറബിയിലുള്ള ആ വിഷയകമായ കിതാബുകൾ മുത്താലഅ ചെയ്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ പുസ്തകം രചിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് അറബി ഭാഷയിലുള്ള ഏത് കിതാബ് വായിച്ചാലും മനസ്സിലാവും. പക്ഷെ അറബിയിൽ പ്രസംഗിക്കാനുള്ള അല്ലെങ്കിൽ അറബിയിൽ സാധാരണ സംഭാഷണം നടത്താനുള്ള ചാതുരി നമ്മുടെ വടക്കേ ഇന്ത്യയിലും മറ്റുമൊക്കെ ഉള്ള പല പണ്ഡിതന്മാർക്കും ഇല്ല. കാരണം അറബി ഭാഷ കൊണ്ട് നടക്കേണ്ട മിക്കവാറും വൈജ്ഞാനികമായ ആദാന പ്രദാനങ്ങളും ആവശ്യങ്ങളും ഉറുദുവിലൂടെ തന്നെ നടക്കും എന്നുള്ളതിനാൽ ഉറുദുക്കാരായ പല പണ്ഡിതന്മാർക്കും ഉറുദു പോലെ അറബി ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഇത് പറഞ്ഞ് മൗദൂദിയെ മരണാനന്തരവും അപമാനിക്കുന്ന ഈ ഒരു ജുഗുപ്സാവഹമായ നടപടി എല്ലാവരും അവസാനിപ്പിക്കണം എന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. മൗദൂദിയെ വിമർശിക്കാൻ നമുക്ക് ഒരുപാട് വിഷയങ്ങൾ വേറെയുണ്ട്. ഇസ്ലാമിനെ അദ്ദേഹം രാഷ്ട്രീയമായി വ്യാഖ്യാനിച്ചു. തഫ്സീർ സിയാസി ലിൽ ഇസ്ലാം എന്ന ഗ്രന്ഥത്തിലൂടെ മൗലാന സയ്യിദ് അബുൽ ഹസൻ അലി നദ്വി ജമാഅത്തെ ഇസ്ലാമി സ്ഥാപിക്കുന്നതിൽ മൗദൂദിയോടൊപ്പം ഉണ്ടായിരുന്ന അബുൽ ഹസൻ അലി നദ്വി
ആ വിഷയത്തിൽ മൗദൂദിയെ ഖണ്ഡിക്കാൻ വേണ്ടി ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. അത് നമ്മുടെ സുഹൈർ ചുങ്കത്തറ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടും ഉണ്ട്. ഇതുപോലെ രാഷ്ട്രീയ അതിപ്രസരം മൗദൂദിയുടെ വിശകലനങ്ങളിൽ വളരെ കൂടുതലാണ്, അമിതാവേശം കൂടുതലാണ് എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ്. അത് നമ്മുടെ ഇവിടുത്തെ എല്ലാ പണ്ഡിതന്മാരിലും നമുക്ക് കാണാൻ പറ്റൂലോ. അപ്പൊ ഉദാഹരണമായി ഒരു സലഫി പണ്ഡിതൻ ഈ മുജാഹിദുകൾക്കിടയിലുള്ള വിഭാഗീയതയും പോർവിളികളും ഒരുപാട് ശക്തിപ്പെട്ടിരുന്ന ഒരു സമയത്ത് ഒരു സലഫി പണ്ഡിതനെ പറ്റി പറഞ്ഞതാണ്, ആ സലഫി പണ്ഡിതന്റെ തീട്ടത്തിൽ പോലും തൗഹീദുണ്ട്. അപ്പൊ വളരെ സതുദ്ദേശത്തോടു കൂടിയാണ് ആ പറഞ്ഞത്. അദ്ദേഹം പരാമർശിക്കുന്ന സലഫി പണ്ഡിതൻ ആരോ, അദ്ദേഹം തൗഹീദിന്റെ മാർഗത്തിൽ സമർപ്പിതനായിരുന്നു എന്ന തന്റെ ആശയത്തെ പ്രകാശിപ്പിക്കാനുള്ള ആത്യന്തികമായ പരമമായ ഒരു പ്രയോഗം എന്നുള്ള നിലയ്ക്കാണ് ആവേശത്തിന്റെ തിരതല്ലലിൽ അദ്ദേഹം അത്തരം ഒരു പരാമർശം നടത്തിയത്. അതുപോലെ അമിതാവേശം കൊണ്ട് നമ്മുടെ ചുഴലി അബ്ദുള്ള മൗലവി, മുജാഹിദ് ബാലുശ്ശേരിയൊക്കെ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതും ഒരുപാട് ആളുകളെ ചിരിപ്പിച്ചിട്ടുള്ളതും ഒക്കെ തന്നെയാണ്. അതുപോലെ മുജാഹിദുകളുടെ സ്ത്രീ പള്ളിപ്രവേശത്തെ പറ്റി പറയുമ്പോൾ നമ്മുടെ സമസ്തയുടെ പണ്ഡിതന്മാർ അമിത ആവേശത്തിൽ പറയാറുണ്ടല്ലോ, ആ മുജാഹിദ് പള്ളികളില് ആണുങ്ങളും പെണ്ണുങ്ങളും കൂടിക്കലർന്നു നിന്നാണ് നിസ്കാരം, ആലിംഗനബദ്ധരായിട്ടാണ് നിസ്കാരം എന്നൊക്കെ തള്ളിവിടാറുണ്ട്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ജുമയ്ക്ക് പള്ളികളിൽ വരുന്നതിനെ എതിർക്കുമ്പോഴുണ്ടാകുന്ന അമിതാവേശത്തിൽ വരുന്ന ചില പരാമർശങ്ങളാണ്. ഇതുപോലെ ഇസ്ലാമിന് സാമൂഹികതയുമായി രാഷ്ട്രീയവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ദീൻ പഠിച്ച മൊല്ലമാർക്ക് ദുനിയാവുമായി ബന്ധമില്ല, ദുനിയാവ് പഠിച്ച മിസ്റ്റർമാർക്ക് ദീനുമായി യാതൊരു ബന്ധവുമില്ല. അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിൽ ഇസ്ലാം ഒരു സമഗ്രവും സമ്പൂർണവുമായ ജീവിത പദ്ധതിയാണ്. രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള മനുഷ്യന്റെ സർവ ജീവിത മേഖലകളിലേക്കും വെളിച്ചം വീശുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം എന്ന് വിശകലനം ചെയ്തപ്പോൾ, അത്തരം ഒരു വിശകലനം അദ്ദേഹം നടത്തിയപ്പോൾ അവിടെ ഒരുപാട് ആവേശത്തള്ളിച്ച സയ്യിദ് മൗദൂദിക്ക് വന്നിട്ടുണ്ട്. അത് തീർത്തും വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ ഇല്ലാത്തത് പറഞ്ഞ് നമ്മൾ വിമർശിക്കുമ്പോൾ നമ്മൾ പറയുന്ന നമ്മൾ ഉന്നയിക്കുന്ന യഥാർത്ഥമായ പ്രശ്നങ്ങളുടെയും ക്രെഡിബിലിറ്റി, അതിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു തരം ഭാഷയിൽ പറഞ്ഞാൽ, നമ്മുടെ കേരളത്തിലെ സുന്നി പണ്ഡിതന്മാർക്ക് യോജിക്കാവുന്ന ഇത്രത്തോളം തികഞ്ഞ ഒരു മുസ്ലിയാര് മൗലാന സയ്യിദ് അബുൽ അല മൗദൂദിനെ പോലെ വേറെ ഇല്ല. അദ്ദേഹം ഏതെങ്കിലും നമ്മുടെ കുഴിക്കാട്ടുമൂല ദറസിലോ അല്ലെങ്കിൽ നമ്മുടെ പെരുവന്താനത്തോ പാവല്ലേലോ ഒന്നും ദറസിലോ ഓതിയിട്ടില്ലെങ്കിലും സ്ത്രീകളുടെ ശബ്ദം ഔറത്താണ് എന്ന് അദ്ദേഹം വളരെ കർക്കശമായിട്ട് പറഞ്ഞിരുന്നു. സ്ത്രീകൾ മുഖം മറയ്ക്കൽ നിർബന്ധമാണ് എന്ന വാദക്കാരനായിരുന്നു സയ്യിദ് മൗദൂദി. സംഗീതം ഹറാമാണ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ സുചിന്തിതമായ അഭിപ്രായം. ഇത്രയും പറ്റിയ മുസ്ലിയാരെ നമുക്ക് എവിടെ കിട്ടും? അപ്പൊ അതുകൊണ്ട് ആ പാവത്തെ പരാമർശിക്കുമ്പോൾ കുറച്ചും കൂടി മയം നിങ്ങൾ കാണിക്കണം, അല്പം ലുത്ഫ് കാണിക്കണം, റഅഫത്ത് കാണിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്.